ഇതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിപ്പോയല്ലോ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയിപ്പോയി. നമുക്കിതായാലും അടുത്ത പടത്തിന് നോക്കാം. എന്തായാലും ചെയ്ത ട്രാക്സൊക്കെ ഒന്ന് അയക്കും. എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് സാർ. കാണാമെന്ന്. ശരി. പാട്ട് നന്നായിട്ടുണ്ടോ? എൻ്റെ പുതിയ പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഈ പടത്തിൽ ചാൻസ് ഇല്ല. താനേ അടുത്ത പടം പോകുന്നു വിളിക്കേ. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ ശരി സാർ. സ്റ്റേ ഇൻ ടച്ച്. ബൈ. താങ്ക് യു സാർ. ഓക്കെ ബൈ. മേനോൻ സാർ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. എടോ അതിന്റെ പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. ഒന്നും പറയാറില്ല. ഒന്ന് കേട്ട് നോക്ക് സാർ. സാറിന് കേട്ടാൽ ഇഷ്ടപ്പെടും. സാർ ഈ പുതിയ പടത്തിന് ഞാനൊരു ട്രാക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. സാർ ഈ സീഡി ഒന്ന് കേട്ടോ. പ്രൊഡ്യൂസർ ആദ്യ സിനിമയ്ക്ക് താൻ എങ്ങനെ മ്യൂസിക് ചെയ്യും? താനൊരു പ്രൊഡ്യൂസർ കൊണ്ടുപോവാ, എന്നിട്ട് നോക്കാൻ വേണോ വേണ്ടെന്ന്. സാർ തൽക്കാലം താൻ പോയേ. സാർ ഒന്ന് മനസ്സിൽ വെച്ചാൽ ആ കാണാം. ഇസ്മയിൽക്ക ദുബായിൽ നിന്ന് എത്തിയോ? സാർ ഒന്ന് കേട്ടോ സാർ പ്ലീസ്. നീ എന്താണ് ഫോൺ എടുക്കാണ്ട് പോയത്? മറന്നുപോയി പണ്ടാരം. മിസ് കോൾസിന്റെ ചാകരയായിരുന്നു. ദേ 22 മിസ് കോളോ? അൺനോൺ നമ്പർ. ഹലോ ഹർഷ, ഇവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അഡ്രസ് ഞാൻ ഇപ്പൊ തന്നെ SMS ചെയ്യാം. സമാധാനമായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. എല്ലാവരും? ആരെല്ലാവരും? ഒരാളുണ്ട്. എനിക്കന്നേ തോന്നിയിരുന്നു ഇതിലെന്തോ ഉടായിപ്പുണ്ടെന്ന്. നിങ്ങൾക്കത് മനസ്സിലായില്ല. ഈ കാർന്നോന്മാർക്കൊരു വിചാരമുണ്ട്, അവരെല്ലാം തികഞ്ഞവരാന്ന്. ബാക്കിയുള്ളവരൊന്നും അറിയാത്തവരും. എന്നാലോ എല്ലാ ഉടായ്പകളും അവർ ചെയ്യുകയും ചെയ്യും. ഡാ, നീ പഴയ TG രവിയുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പൊന്ന് നിന്നി, നീ ഒന്ന് മിണ്ടാതിരി. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ അവിടെ ഓടുക. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ അന്നേ പറഞ്ഞതാ, നിങ്ങൾ രണ്ടാളും പോയി സംസാരിച്ച് തീർക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റും. എടാ, നീ ഇപ്പൊ അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരുപക്ഷെ അവരെന്തെങ്കിലും കെണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലോ? നീ ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണെന്നും അവളോട് ആരും അറിയാണ്ട് പുറത്തിറങ്ങി വരാനും പറ. മായ, ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാറുമായി പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ ആരും അറിയാതെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വാ. അങ്ങനെ വരാൻ ഞാനില്ല. വരുന്നെങ്കിൽ അവരുടെ മുന്നിൽ കൂടി ഞാൻ നിന്നോടൊപ്പം വരാം. ദൈവമേ, പണിപ്പാളി. ഹലോ ആന്റി, എന്തൊക്കെയുണ്ട്? എന്താ ആന്റി? ആന്റി ഞാനാ റോയ്. ആന്റി ആന്റി എല്ലാരെയും ഒന്ന് വിളിക്കൂ ആന്റി. പേടിക്കല്ലേ, ഞാനില്ലേ.
ആന്റി എല്ലാവർക്കും ചായ എടുത്തോളൂ. അങ്കിളിന് ചായ അല്ലേ? അല്ല മോനെ, കാപ്പി. ഒരു കാപ്പി. എന്താ അങ്കിൾ ഇത്? നമ്മൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തതല്ലേ, എന്നിട്ട് മായ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയാണോ? നിന്നെ ഇവരാരെങ്കിലും ഉപദ്രവിച്ചോ? അവൾ എന്റെ മകളാ. അവളെ ഞാൻ വളർത്തും, തല്ലും, കൊല്ലും. നീ ആരാടാ അത് ചോദിക്കാൻ? ഇവളെ സ്നേഹം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഇത്രത്തോളമാക്കി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മണ്ണെണ്ണ എവിടെ? ഞാൻ ജീവിക്കാൻ പോകുന്നത് അവന്റെ കൂടെയാ, നിങ്ങളുടെ കൂടെ അല്ല. ഇനിയെങ്കിലും ഒന്ന് പോയി കുളിക്ക് മനുഷ്യ. ഓരോ സിനിമയും കണ്ട് വന്നോളും. അയ്യേ, രവി ഇരിക്കും. ഇപ്പോൾ സമയം 5:30 മണി. ഞാനിവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. രാവിലെ ഒരു പോലീസ് ജീപ്പ് വന്ന് അച്ഛനെയും മോളെയും കയറ്റിക്കൊണ്ടുപോകും. മായ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾക്കിനിയും 2 പെമ്മക്കളാണ്. അവരുടെ ഭാവിയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. നിനക്ക് യാതൊരു വിഷമവുമില്ലേ? വിഷമിക്കാൻ വേണ്ടിട്ടല്ലല്ലോ, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. ബാഗാ, വേഗം കയറിക്കോ. നിന്റെ അച്ഛൻ്റെ മനസ്സിന് മാറണ്ട. ഹൗ റൊമാൻറ്റിക്. നീയും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവാടാ. പിന്നെന്താ, നീ വീട്ടിൽ പോയിരിക്കും, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, നിന്നെ കാണുമ്പോൾ തന്നെ വീട്ടുകാർ സമ്മതിക്കും. പിന്നല്ല.